നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ EVM-നൊപ്പം 100% VVPAT രസീതുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. നിലവിൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കുന്ന 5 EVM-കളിലെ VVPAT സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. VVPAT സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന് ഇന്ത്യ സഖ്യം നേരത്തെ ആവശ്യം ഉയർത്തിയെന്നും പക്ഷേ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തെ കാണുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സുപ്രീം കോടതി നോട്ടീസിന് പിന്നാലെ ആരോപിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് മാത്രമേ അധികാരം പ്രയോഗിക്കാവൂ എന്നും മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാവൂ എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചെറിയ കുറ്റകൃത്യങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് കേജ്രിവാളിന് തിഹാർ ജയിലിൽ എത്തിച്ചത്. പ്രത്യേക ഡയറ്റിനുള്ള സൗകര്യവും വായനക്കായി ഭഗവത്ഗീതയും രാമായണവും ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകവും ലഭ്യമാക്കണമെന്നും കേജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിനെതിരെ കേജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി EDക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അധിക വായ്പ എടുക്കാനുള്ള സാഹചര്യം ബോധ്യപ്പെടുത്താൻ കേരളത്തിനായില്ലെന്ന് സുപ്രീം കോടതി. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിലാണ് വിമർശനം. 10,722 കോടി രൂപ കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ അവകാശമാണ് കോടതിയിൽ തെളിവ് നൽകി ആവശ്യപ്പെടാൻ കഴിയാതെ പോയത്. കേരളം പറയുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും ധനകാര്യ മാനേജ്മെൻറ്റിലെ വീഴ്ച കാരണമുള്ള പ്രതിസന്ധി കേന്ദ്രത്തിൽ നിന്ന് ഇടക്കാല ആശ്വാസം വാങ്ങാൻ കാരണമാകില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു. കടമെടുപ്പ് കേസിലെ സുപ്രീം കോടതി വിധിയിൽ പിണറായി സർക്കാരിൻ്റെ കള്ളപ്രചരണം പൊളിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും കള്ളപ്രചരണം പൊളിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേതെന്ന് മുരളീധരൻ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി ഇടപെടാൻ അനുവദിക്കാത്ത തരത്തിൽ ഇടപെടൽ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഇപ്പോഴത്തെ രീതിയിൽ വളർന്നു വരാൻ കാരണം കോൺഗ്രസ് നിലപാടിൽ അയവ് വരുത്തിയതാണെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ്സാണ് BJPക്ക് ഭരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി എഴുതി വായിക്കുന്നത് ഒരേ കാര്യമാണെന്നും കോൺഗ്രസിനെതിരെ പച്ചക്കള്ളം പറയുന്ന മുഖ്യമന്ത്രി കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരെ RSS നൽകിയിരിക്കുന്നത് 16 കേസുകളാണെന്നും പിണറായി കോൺഗ്രസിനെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കേണ്ടെന്നും സതീശൻ പറഞ്ഞു. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചില്ലെന്നും ആനി രാജയാണ് പോയതെന്നുമുള്ള തരത്തിൽ കള്ളം പറയുന്ന മുഖ്യമന്ത്രി ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. EDയും CBIയും അന്വേഷിച്ചു വരുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിൽ പോകാതെ CPM സൂക്ഷിക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ BJPയിൽ ചേരുമെന്ന CPMൻ്റെ നുണപ്രചരണം അവസാനിപ്പിക്കാനാണ് കുടുംബം ഒന്നടങ്കം UDF പ്രചരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും നുണ പ്രചരണങ്ങളിലൂടെയും കള്ളവാർത്തകളിലൂടെയും തൻ്റെ പിതാവിനെ ഇപ്പോഴും CPM ആക്രമിക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ കുറ്റപ്പെടുത്തി. UDFന് SDPIയുമായി ധാരണയുണ്ടാക്കിയിട്ടില്ലെന്ന് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അവരുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെയിറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് നൽകി. ബുധനാഴ്ച ഹാജരാകണമെന്ന് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് MM വർഗീസ് പറഞ്ഞു. CPM രഹസ്യ അക്കൗണ്ടുകൾ എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കരുവന്നൂരിലും മാസപ്പടിയിലും ഉത്തരവില്ലാത്തവരാണ് ഇലക്ടർ ബോണ്ടിനെതിരെ പ്രചരണം നടത്തുന്നത്.
കരുവന്നൂർ ബാങ്ക് ഇടപാട് സംബന്ധിച്ച വാർത്ത തെറ്റെങ്കിൽ CPM EDക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പോലീസിന്റെ ആവശ്യം തള്ളി ധനകാര്യ വകുപ്പ്. കുടിശ്ശിക തീർക്കാൻ 57 കോടി അനുവദിക്കണമെന്നുള്ള ആവശ്യവുമായി സംസ്ഥാന പോലീസ് മേധാവിയാണ് ധനവകുപ്പിനെ സമീപിച്ചത്. 26 കോടി മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത്. പമ്പുടമകൾക്ക് മാത്രം 200 കോടി രൂപ നൽകാനുണ്ട്. അതേസമയം ഭരണാനുമതിയില്ലാത്ത കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി എമിനന്റ് അംഗത്വം രാധാകൃഷ്ണൻ രാജിവെച്ചതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം തെറ്റെന്ന് അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്. സാംസ്കാരിക മന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുത്തുകാരനാണെന്ന് മാധവ് കൗശിക് വിശദീകരിച്ചു. അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചാണ് രാധാകൃഷ്ണൻ രാജിവെച്ചത്. രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയും നാളെ ഉണ്ടാകും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.